നല്ലൊരു അഭിനേത്രിയായിരിക്കുമ്പോഴും നിരന്തരം സിനിമ ചെയ്യുക, കഥാപാത്രമായി താരമായി ജനങ്ങൾക്കിടയിൽ ജീവിക്കുക എന്നതല്ല പ്രധാനം. ജീവിക്കുന്ന കാലത്ത് നിലപാടുകളെടുക്കുക, അത് ശക്തമായി പറയുക എന്നു പറയുന്ന ഒരു നടിയുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, പത്മപ്രിയ. ഒരുപാട് സംസ്ഥാന അവാർഡുകൾ, ദേശീയ അവാർഡ്, ഒരുപാട് ഭാഷകളിലെ കഥാപാത്രങ്ങൾ, സിനിമകളൊക്കെ ചെയ്തു. പക്ഷേ ഒരു പരാതി പറയാം, എന്തുകൊണ്ടാണ് ഇപ്പോൾ സിനിമ ചെയ്യാത്തത്? ബോറടിച്ചോ? എനിക്കോ? ഇല്ല. ഞാനൊരു പേർപ്പസ്ഫുള്ളായിട്ട് എനിക്ക് സിനിമ ഒരു സമയത്തിൽ ഘട്ടകാലത്തിൽ ഒന്നും അറ്റ് ദ പീക്ക് ഓഫ് മൈ കരിയർ ഒന്നും തിരിച്ചു തരാതെ ഒരു നിലപാടുകളിൽ എനിക്ക് ഒരു തോന്നൽ വന്നു, ഐ ഹാവ് ടു ഡു സംതിങ് എൽസ് ഓൾസോ. അപ്പോൾ ആണ് ഞാൻ കുറേ യൂണിവേഴ്സിറ്റീസിലൊക്കെ അപ്ലൈ ചെയ്തു. ഇറ്റ് വാസ് സർപ്രൈസിങ്, ഔട്ട് ഓഫ് ദ 7 യൂണിവേഴ്സിറ്റീസ് അപ്ലൈ ടു 6 യൂണിവേഴ്സിറ്റീസ്, ഓൾ ദ ടോപ്പ് പ്രീമിയർ ഐവി ലീഗ് യൂണിവേഴ്സിറ്റീസ് gave me an acceptance. അതിൽ നിന്ന് 2 universities gave me an scholarship as well. And I chose to do with NYU. And I can't tell you, so many people told me that നീ ഒരു സിനിമ നടിയല്ല, ആറ് acceptance സിനിമാ നടിക്ക് എന്തിനാണ് ഇതൊക്കെ അല്ലേ? അല്ല, എന്തിനാണോ അല്ല ഒരു സിനിമ നടിയെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി പോലെ ആൾക്കാർ എടുക്കുമോന്ന് ഒക്കെ ചോദ്യം എൻ്റെ സുഹൃത്തുമാർ തന്നെ, എൻ്റെ ഇന്റലിജൻസ് അറിഞ്ഞ ആൾക്കാർ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലൈഫ് ഓഫ് എൻ ആർട്ടിസ്റ്റ് ഇസ് നോട്ട് റെസ്ട്രിക്റ്റഡ് ടു എ സർട്ടൻ പീരിയഡ്. എൻവയറമെന്റൽ ലോ ചെയ്യുന്ന സമയത്ത് കുറേ ഡെവലപ്മെന്റൽ ഇഷ്യൂസോട് കൂടെ നേരിട്ട് ഒരു എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട്, ഇത് പഴശ്ശിരാജയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്തിലാണ് ഞാൻ എൻവയറമെന്റൽ ലോയിലെ ഐ ഗ്രാജുവേറ്റഡ്. അതിൻ്റെ കൂടെ ഐ വാസ് വർക്കിംഗ് വിത്ത് ദീസ് ട്രൈബൽ ലെജിസ്ലേഷൻ ഓർഗനൈസേഷൻ കോൾഡ് സമത. ആൻഡ് അവരുടെ കൂടെ ഒക്കെ കുറേ ജോലി ചെയ്ത ശേഷം, ഐ മീൻ നോട്ട് ജോലി, ഇൻറ്ററാക്ഷൻ ഒക്കെ ചെയ്ത ശേഷം ഐ തോട്ട് ദറ്റ് ഐ വോണ്ട് ടു സ്പെൻഡ് ടൈം ഇൻവെസ്റ്റിംഗ്, അണ്ടർസ്റ്റാൻഡിങ് മൈ സെൽഫ് ആസ് എൻ ഇൻഡിവിജ്വൽ ഇൻ ദിസ് സൊസൈറ്റി, വാട്ട് ഐ ക്യാൻ കോൺട്രിബ്യൂട്ടഡ് ബാക്ക്. നമ്മൾ ഇപ്പോൾ എന്തിനാ കാണാത്തതെന്ന് പറഞ്ഞാൽ, ഐ കെയിം ബാക്ക്, ഐ ഹവ് ഓൾസോ ബീൻ വർക്കിംഗ് ഇൻ ദ സ്പേസ്. പക്ഷേ ഈ ഇടയിൽ എനിക്ക് ഈ ഒരു പേഴ്സണൽ ജേർണി, ഈ 2 വർഷം ഒരു പേഴ്സണൽ ജേർണിയുമായിരുന്നു. ബിക്കോസ് സിനിമയുടെ തിരക്കിൽ ഇല്ല, നമ്മൾക്ക് ആ സമയം കിട്ടും. ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു അഭിമാനമാണോ ഫസ്റ്റ് പ്രയോറിറ്റി, അതോ ഈ അക്കാഡമിക്സ് തന്ന ഒരു വലിയ ഒരു സ്കോളർലി സ്പേസ് ഉണ്ടല്ലോ? ഐ തിങ്ക് ബോത്ത് ഓഫ് ഇറ്റ്. ആൻഡ് ഐ തിങ്ക് ആൾക്കാർ കാണുന്ന പോലെ ഒരു വേറെ സംഭവങ്ങളില്ല. ഐ തിങ്ക് റിയലി ബോത്ത് ഓഫ് ദം. എ ട്രൂ ആർട്ടിസ്റ്റ് ഇസ് സംബഡി ഹു വിൽ ഫീഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ ട്രൂ ഹിസ്റ്ററി ആൻഡ് ഇമോഷണൽ presence of the individuals that they survive in. നിങ്ങളല്ല നമ്മൾ അഭിനയിക്കുന്നത്, നിങ്ങളെ മനസ്സിലാക്കാതെ നമ്മൾ എങ്ങനെയാണ് അഭിനയിക്കാൻ പറ്റുന്നത്. But I understand that the industry has its own ways. It is a out of sight, out of the mind industry. But I don't believe that my acting career is restricted to these 2 years or 3 years. All you know, after 5 years I will get one role which you will remember me more than you will remember me for Kayacha, Parashiraja, Kartapakshi. അപ്പോൾ അതാണ് സിനിമയുടെ പവർ, അതാണ് അഭിനയത്തിന്റെ ഒരു നല്ല അഭിനേത്രിയുടെ പവർ. പക്ഷെ നമ്മുടെ സമൂഹം ഈ നായികയ്ക്ക് പ്രായം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഹീറോയിൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം, അതിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് പോകുന്ന നിലപാടുണ്ട്. I didn't complete it. So of course there is an out of sight, out of mind issue. അയ്യൂബിന്റെ പുസ്തകം ചെയ്തപ്പോൾ, that time also I was studying. അതിന്റെ സമയത്തിൽ ഞാൻ വിന്റർ ബ്രേക്കിൽ വന്നിട്ടാണ് അത് ഷൂട്ട് ചെയ്തിട്ട് പോയത്. And 4-5 months, I think 7 months later is when I got married. And after that I went back to study. But in a year and a half, how people think marriage and I become suddenly older, I don't understand. Secondly, I want to play characters of my age. എനിക്ക് എൻ്റെ കുറവായിട്ടുള്ള ഒരു പ്രായമോ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള പ്രായമോ അഭിനയിക്കാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ കൂടുതലായിട്ട് അല്ല, നോ, ബിക്കോസ് there are better actors who are there, female actors who are there to play it. രേവതി ഉണ്ട്, രേവതി മാത്രമല്ല, സുഹാസിനി, there are so many, ഖുഷ്ബു, so many interesting female actors at that age group. AMMA, for example. അല്ല, പക്ഷേ പത്മപ്രിയ അവിടെ എത്തിയിട്ടില്ല. ഞാൻ അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്തിനാ അവരുടെ റോൾ ചെയ്യുന്നത്? Potential in heroine characters. No, they can also play main. I don't understand what you're saying. നിങ്ങൾ നോക്കുന്നത് ഒരു ഹീറോയിന്, ഒരു ഹീറോയുടെ പുറകെ നിൽക്കുന്ന ഒരു ലവ് ആംഗിൾ മാത്രമാണ്. ഞാൻ അങ്ങനെ അല്ല നോക്കുന്നത്. And I have done that also. ഞാൻ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ട് ഭാര്യയായിട്ടോ അല്ലെങ്കിൽ ലവ് ഇൻട്രസ്റ്റ് ആയിട്ടോ അഭിനയിച്ചത് വെറും 2 പടത്തിലാണ്. മറ്റേ പടത്തിലെല്ലാം വേറെ റിലേഷൻഷിപ്സ് ആയിരുന്നു. So I don't see films as a typical hero-heroine film. Even before leaving for studies, I had reduced my number of films a lot because I was very adamant of playing characters of my age. മമ്മൂട്ടി എന്ന ഗ്രേറ്റ് ആക്ടർ, അദ്ദേഹം ഈ പ്രായത്തെയും ബ്രേക്ക് ചെയ്തിട്ടുള്ളൊരു ഹീറോയായി നിലനിൽക്കുകയല്ലേ?
അതിനോട് See, I am not. വിയോജിപ്പാണെന്നാണ് പറയുന്നത്. I personally believe stories hold much stronger role and much stronger importance than anything else. Like Amitabh Bachchan. You have to play your age. And there's beautiful things about age. There's a Meryl Streep who is playing 60 at the age of 60 without anything on her face. There's a Susan Sarandon. For every Susan Sarandon, there's a Kate Winslet who is 35-40. And for every Susan Sarandon, there is another actor who is there at 20, 25, 30. There's a Kate Blanchett. There are women of all age groups. Tamil എനിക്ക് ഇപ്പോൾ 3 സിനിമകൾ വന്നിട്ടുണ്ട്, which is opposite 55-year-old men who want to project themselves as 45 when they cannot look like 45. And they want me, who is 35, to be cast opposite them. When I asked the director and they're all new age directors. When I asked the new age director, what is the logic for this? ഇവിടുത്തെ ഇങ്ങനത്തെ കാസ്റ്റിംഗ് ലോകത്തിൽ ഞാൻ വേണ്ടെന്ന് വെച്ചു. ഇങ്ങനത്തെ ഒരു കാസ്റ്റിംഗ് ലോകത്തിൽ നമ്മൾ കാണാൻ പറ്റാത്ത ഒരു കാസ്റ്റിംഗ് പ്രോസസ്സാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. This is not robbing just opportunities of the people working in it. It is also robbing of the reality of storytelling. പത്മപ്രിയ ഇങ്ങനെ ബോൾഡായി ഓപ്പണായി പറയുന്നത് കൊണ്ട് ഈ പഴയ ആ നായകന്മാർക്കൊക്കെ പത്മപ്രിയോട് ഒരു വല്ലാത്തൊരു ഡിസ്റ്റൻസ്. I can tell you, myself and Dulquer are of the same age group. I have the same problem with younger male actors as well. Yes. Because the so-called system, and I don't know whether to blame them, whether to blame the directors, whether to blame the way the society looks at films and male characters, because it's not only a problem of actors. When you go and system അങ്ങനെയാണ് നമ്മൾ മാറ്റിയാൽ സിസ്റ്റം അതിനാരും തയ്യാറാവുന്നില്ല. I feel an audience can be challenged, but the audience has to be challenged. ഇങ്ങനെ അഭിപ്രായം പറയുന്നത് കൊണ്ട് ഈ ഞാൻ പറയുന്ന ഇപ്പം മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്, പഴയ പത്മപ്രിയയുടെ തന്നെ ഹീറോസായി വന്ന ആളുകളാണ്. അവർക്കൊക്കെ ഈ റിലേഷൻസിലൊക്കെ I have no problem working with Mammootka even now, but I want him. I would like to play characters where we show the age gap between both of us. Similarly, I don't understand just because I worked with Mammootka, why I should not work with Dulquer. ഇതിൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് ഇപ്പോൾ ഇല്ല. I have been always vociferous about these things before, and I have lost many opportunities, and I'll continue to lose them. But I will not do injustice to my എൻ്റെ പ്രൊഫഷനും എൻ്റെ ഓഡിയൻസിൻ്റെ കൂടെ ഞാൻ എൻ്റെ കോൺഷ്യൻസിൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു ഇൻജസ്റ്റിസ് ചെയ്യാൻ പറ്റില്ല. പത്മപ്രിയ പറയുന്നത് പത്മപ്രിയയുടെ അവസരങ്ങൾ അതുകൊണ്ട് തന്നെ വേണ്ടാന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതാണ് പറഞ്ഞത്. I want to clarify this a little more, and this is very important to understand. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു മലയാളം ആർട്ട് ഫിലിം ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് അബൌട്ട് എ റിയൽ ലൈഫ് സ്റ്റോറി ഓഫ് എ ക്യാരക്ടർ ഇൻ കൊച്ചിൻ വിച്ച് ഇസ് അബൌട്ട് 50 years old. So when he said, then my first thought was that so many actors of 50-year-old female actors, ഇല്ല ഒരു മെയിൽ ആക്ടർ ഒന്നുമില്ല, അവർ വെച്ചൂടെ ഇല്ല, നമ്മുടെ ഈ കഥാപാത്രത്തെ 35 ആക്കാം. But the reference point is of a 50-year-old woman. A 50-year-old woman who has 2 daughters, who is 24, 28. So I said, how are you going to project me as a 35-year-old having a 24-year-old daughter or an 18-year-old daughter also? So you understand what I'm trying to say? It's not just got to do with films which are mainstream commercial. It's also got to do with art films. I'm saying at least, okay, if you want to give me the challenge as a 35-year-old Priya, I want you to play a 50-year-old, then it's a great challenge. I'll then want to win a national award. I'll give it everything. അങ്ങനെ ചെയ്യാം, അത് വേറെ കാര്യം. പക്ഷെ അത് നമ്മൾ കൃത്യമായിട്ട് പറയാനുള്ള അവസരം വേണം. ആക്ടേഴ്സ് അവരുടെ പ്രായത്തെ ഭയക്കുകയാണ്, ഇന്ത്യൻ ആക്ടേഴ്സ് പലരും, ബിക്കോസ് അവരുടെ സിസ്റ്റം അങ്ങനെ ആക്കി കഴിഞ്ഞു. ബിക്കോസ് യു ആർ സേയിങ് ദാറ്റ് യുവർ ഫംഗ്ഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് യുവർ ഏജ്. അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് അവർക്ക് പറയുമ്പോൾ അവർ തന്നെ പേടിക്കുകയാണ്. They assume that their peak starts at 25 and ends at 28. Of course, this is for women. It is not applicable for men. It seems like they keep having peaks all their life. Long innings ആണ്. എന്താണ് അവർക്ക് എങ്ങനെയാണ് അവർക്ക് അഭിനയം? ഞാൻ 8 മാസം മുമ്പ് അഭിനയിക്കാൻ പറ്റും, 8 മാസം കഴിഞ്ഞിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല, എനിക്ക് അഭിനയത്തിൽ താല്പര്യമില്ല. കുറേ ആൾക്കാർ ചോദിക്കാൻ അഭിനയിക്കാൻ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യുമോ? 8 മാസം മുമ്പ് അങ്ങനത്തെ ചോദ്യം ചോദിച്ചാൽ അതെ, ആരാണ് ഫിക്സ് ചെയ്യുന്നത്? I don't know if it is the heroes. See, I do not have any statistical evidence to say this. I will not say it. എനിക്ക് തോന്നുന്നത് ഇൻഡസ്ട്രീസ് ഡ്രിവൺ ബൈ ദീസ് ഹീറോസ്. അപ്പോൾ അവരുടെ താല്പര്യം അറിഞ്ഞിട്ട്, പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ ഒരു ആർട്ട് ഫിലിമിന്റെ എക്സാമ്പിൾ അല്ലേ? No, I'm saying then the sensibility and the ethos of the industry is to be questioned, because your filmmakers are also like that. I also find it very funny in Kerala, primarily because ഈ നാട്ടിലാണ് നമ്മൾ
എന്താണ് ഭയങ്കര രസമുള്ള ഒരു പടമായിരുന്നു. ശാരദ ചേച്ചിയും വേണു ചേട്ടൻ്റെ ഒരു പടം. Where they played this old couple in love with each other. ഒരു മിന്മൻ അസൽ പാട്ടുകളും ഒക്കെയുള്ള. അതേപോലെ അതേപോലെ തിലകൻ ജയറാമിന്റെ ഒരു പടം ഉണ്ടായിരുന്നു. Where he loses his son in the sea. മൂന്നാം ഭാഗം. ഇങ്ങനത്തെ കുറേ ചാലഞ്ചിങ് ആയിട്ട് ഒരു സ്റ്റോറീസ് ഉള്ള ഒരു നാടാണ്. And when we think of Kerala and Malayalam cinema, we think of disappointed ആണോ പത്മപ്രിയ പേഴ്സണലി മലയാള സിനിമയെ കുറിച്ച് അങ്ങനെ ഓർക്കുമ്പോൾ ഇപ്പോൾ നിരാശയുണ്ടോ? See, there are some good films which are coming up, but again there are not many interesting female characters in that. Why are we not challenging ourselves and making films? I'm not saying female oriented, male oriented. I'm just saying beautiful films. Good films. Yes. ഈ നിലപാടുകളിൽ നിന്നാണ് നമ്മൾ നേരെ പോകാൻ പറ്റുന്നൊരു എൻട്രി ടു WCC ആണ്. പത്മപ്രിയ WCCയുമായി അസോസിയേറ്റ് ചെയ്യുന്ന പോയിന്റ് എവിടെയാണ്? എങ്ങനെയാണ് അതിനൊപ്പം ചേരുന്നതും ആ നിലപാടുകൾക്കൊപ്പം ശക്തമായി സ്റ്റാൻഡ് ചെയ്യുന്നത്? So actually, see, WCC we all came together, founding members. We all came together when നമ്മളുടെ സുഹൃത്തുടെ കൂടെ ഈ സംഭവം നടന്നപ്പോൾ നമ്മൾ കൂടെ ചേർന്ന് വന്ന സംഭവമായിരുന്നു ഏപ്രിൽ ലാസ്റ്റ് ഇയർ. ഫോർമേഷൻ ഹാപ്പൻഡ് ആൻഡ് ദിസ് അൺഫോർച്ചുനേറ്റ് സർക്കംസ്റ്റാൻസ്. നമ്മൾ ആക്ച്വലി ആദ്യം ഒരു കളക്റ്റീവായിട്ട് വന്നത് വരും നമ്മുടെ സുഹൃത്തെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾക്ക് മനസ്സിലായത് നമ്മൾ എല്ലാവർക്കും ഒരു ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ട്. വാട്ട് ഐ അണ്ടർസ്റ്റുഡ് വാട്ട് ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് മീ. എൻ്റെ കൂടെ കുറേ സുഹൃത്തുമാർ അങ്ങനെ തന്നെയാണ് ആലോചിക്കുന്നത്. അവർ അങ്ങനെ തന്നെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ദേ ഫീൽ ദ പെയിൻ ഓഫ് നോട്ട് ബീങ് ഏബിൾ ടു ഡു ജസ്റ്റിസ് ടു ദെയർ ജോബ്. And that comes with a lot of burden because of many reasons. വളരെ ഒരു ജെൻഡർ ഗ്യാപ്പ് ഉണ്ട്. ആ ജെൻഡർ ഗ്യാപ്പ് വേരിയസ് വേസിൽ കുറേ ആൾക്കാരോട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് വാസ് ദ ടിപ്പിംഗ് പോയിന്റ് ഫോർ WCC. ആ പോയിന്റിൽ ഉണ്ടായിരുന്ന വളരെ വലിയൊരു സോളിഡ് നെയിമാണ് മഞ്ജു വാര്യർ. പക്ഷെ പിന്നൊരു വലിയ ഫോർമേഷനിലേക്ക് പോയപ്പോൾ എങ്ങനെയാണ് അവരതിനോടൊപ്പം ഉണ്ടാവാതെ പോയത്? എന്താണ് അതിൻ്റെ ഒരു യഥാർത്ഥ റീസൺ? മഞ്ജു ചേച്ചി ഉണ്ടോ ഇല്ലാതെ ഉത്തരം മഞ്ജു ചേച്ചിയെ പറയാൻ പറ്റുള്ളൂ. But in my understanding, at least we are now about a year and a half into this thing, and she has been അവൾ മാത്രമില്ല, നമ്മൾ എല്ലാവരും വളരെ തിരക്കുള്ള പറ്റുള്ള ആൾക്കാരാണ്. ചില സമയം നിങ്ങൾ എന്നെ കാണും, ചില സമയം അഞ്ജലി കാണും, ചില സമയം മഞ്ജുവെ കാണും, ചില സമയം ഗീതയെ കാണും, റീമയെ കാണും, ബീനയെ കാണും, സജിതയെ കാണും. വേറെ വേരിയസ് പോയിന്റ്സ് ഓഫ് ടൈമിൽ നമ്മളുടെ സമയം മറ്റേ ആൾക്കാരുടെ സമയം ഇല്ലെങ്കിൽ വി ഓൾ കം ഇൻ ആൻഡ് പിച്ച് ഇൻ ഡെമോക്രാറ്റിക്കലി ആൻഡ് ബിക്കം പാർട്ട് ഓഫ് ദ പ്രോസസ്. സംടൈംസ് ഐ ഹാവ് മോർ ടൈം, സംടൈംസ് സം അതർ പേഴ്സൺ ഹാസ് സം അതർ ടൈം. അപ്പോൾ മഞ്ജു ചേച്ചിയോട് തന്നെ സംസാരിക്കണം. മഞ്ജു ചേച്ചി എപ്പോഴും നമ്മൾ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ടൈമിന്റെ പ്രശ്നം ആയിരുന്നു. അത് മാത്രമാണ് എന്റെ ഒബ്സർവേഷനിലെ എല്ലാ മെമ്പേഴ്സും അവരുടെ complete emotional you have to understand this, complete emotional investment തന്നിട്ടുണ്ട്. എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് ടൈമും ഇന്റലക്ച്വൽ കോൺട്രിബ്യൂഷനും ഒരു ഇമോഷണൽ കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ടോ ഇല്ല എന്ന് നമ്മൾ ചോദിച്ചാൽ of course it's in varying degrees. പക്ഷേ അതിലൊരു ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ നിന്നും നിങ്ങൾ നേരിട്ട് പോകുന്ന ഈ WCCയുടെ മൂവ്മെൻറ്റിൽ അത് നേരിട്ട് ഈ താരസംഘടന അമ്മ എന്ന സംഘടനയുമായി തന്നെ ഓപ്പൺ ഫൈറ്റിലേക്ക് പോകും. അത് ഒരുപക്ഷെ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുണ്ടാവുമോ? കാരണം അവർ വളരെ മെയിൻ സ്ട്രീമിൽ ഇപ്പോഴും നായികയെ ഒരുപാട്. As far as I am concerned, I am as much into mainstream cinema. So is Parvati. So is Revati Chechi. Revati Chechi is doing more work than anybody else. I mean, not in Malayalam probably. ഞാൻ അടൂർ സാറുടെ ഇപ്പോൾ സിനിമ ചെയ്തു. അപ്പോൾ അടൂർ സാറുടെ സിനിമയുടെ സെറ്റിൽ പോയപ്പോൾ ആദ്യം എല്ലാവരും അയ്യോ WCC എന്ന് പറഞ്ഞു. പിന്നെ പോയപ്പോൾ ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു ബോണ്ട് ക്രിയേറ്റ് ആയി. ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ദിസ് ഇസ് നോട്ട് എൻ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ. ഇത് ഒരു വളരെ വളരെ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ നോക്കുന്നത്. സോ ദിസ് ഇസ് മൈ പോയിന്റ് ഓഫ് വ്യൂ. ഇങ്ങനത്തെ നിലപാടുകൾ ഞാൻ WCCന് മുമ്പ് എടുത്തിട്ടുണ്ട്. ഐ ഹാവ് ഗെയിൻ ഫ്രം ഇറ്റ്, സഫേർഡ് ഫ്രം ഇറ്റ്. ഇറ്റ്സ് എ പോയിന്റ് ഓഫ് വ്യൂ. മഞ്ജു ചേച്ചിയുടെ വ്യൂ എന്താണ്? മഞ്ജു ചേച്ചിയെ ചോദിച്ചിട്ട് നിങ്ങൾ പറയാൻ വിയോജിപ്പുണ്ടോ പത്മപ്രിയക്ക്? മഞ്ജു വാര്യരുടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ വരിക? തീർച്ചയായിട്ടില്ല, ഒട്ടുമില്ല, തീർച്ചയായിട്ടില്ല. സത്യസന്ധമായിട്ട്. കാരണം പാർവതി സഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വളരെ നിലയിൽ വിമർശിക്കപ്പെടുന്നു, ഈ സംഘടനയും അതിന്റെ ആളുകളും എല്ലാം ചേർന്ന്. അപ്പൊ അതിനൊപ്പം നിൽക്കേണ്ട ആളുകൾ ഇല്ല എന്നുള്ളത് അല്ല. മഞ്ജു ചേച്ചി ഇല്ല ഞാൻ പറയാൻ പറ്റില്ല. ഞാനിപ്പോ ഒരു മെസ്സേജ് അയച്ചാൽ മഞ്ജു ചേച്ചി എന്നെ റിപ്ലൈ ചെയ്യും. സോ why somebody chooses to be an active part of something, why not, is somebody's personal choice. And
that is something only they can justify. I can't justify. സ്റ്റാൻഡുകൾ WCC ഇതെല്ലാം ഞാനൊന്നും ഡീപ്പാക്കുന്നില്ല, കാരണം എല്ലാവരും കണ്ടു കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ. ഇത് എന്തെങ്കിലും തരത്തിൽ ആ സംഘടനയെ, താരസംഘടനയെ, അമ്മ എന്ന സംഘടനയെ മാറ്റുന്നുണ്ടോ? നിങ്ങളുടെ ഒരു ഇപ്പോഴത്തെ ഒരു ഫീൽ എന്താണ്? അതോ പഴയടത്ത് തന്നെ നിൽക്കുകയാണോ ഇപ്പോഴും അവർ? ഇറ്റ്സ് എ വെരി ഡിഫിക്കൾട്ട് പ്രോസസ്. അതാണ് എനിക്ക് മനസ്സിലായത്. ബിക്കോസ് ഇത്രയും നടന്ന സംഭവം കഴിഞ്ഞിട്ടും എനിക്ക് കുറച്ച് ഹേർട്ട് ചെയ്ത സംഭവമാണ്. ലാലേട്ടൻ നമ്മൾ മീറ്റിങ്ങിൽ പറഞ്ഞ സംഭവം ഞാൻ എപ്പോഴും അവൾക്കൊപ്പമാണ് പറഞ്ഞിട്ട്, പിന്നെ ഈ മീ ടു മൂവ്മെൻറ്റ് ഒരു ഫാഡാണെന്ന് പറയുമ്പോൾ എന്താണ് ഇങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റിൻ്റെ സ്റ്റാൻഡ്, വാട്ട് ഈസ് മൈ കൊലീഗ് സ്റ്റാൻഡ് എന്ന് മനസ്സിലാകാൻ ഒരു പരിസ്ഥിതി എനിക്കുണ്ട്. ഇങ്ങനത്തെ ആൾക്കാരോട് ഐ എം നോട്ട് വിഷമം കൂടുതലുണ്ട്. ഇറ്റ്സ് നോട്ട് ആങ്കർ. വിഷമത്തിൻ്റെ അപ്പുറത്ത് വാട്ട് ഡു വി ഡു ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ്? അതാണ് എൻ്റെ ചോദ്യം. കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല നായികമാരിലൊരാൾ, സൂപ്പർ ഹിറ്റുകളുണ്ടായ, നിങ്ങളൊരു നല്ല കൊളീഗ് റിലേഷൻസ് ഒക്കെ നമ്മൾ കാണും. പക്ഷേ എന്നിട്ടും നിങ്ങളൊക്കെ പറയുന്നതിന് അല്ല, എനിക്ക് മനസ്സിലാവാതെ ഇതാണ്. അല്ല, ഞാൻ അവൾക്കൊപ്പമാണ്, പക്ഷേ മീ ടു മൂവ്മെന്റ് ഒരു ഫാഡ്. എങ്ങനെ രണ്ട് പൊസിഷൻ എങ്ങനെ എടുക്കാൻ പറ്റും? ഒരു പ്രൊഫഷണൽ ആയിട്ട് ഒരാളും പേഴ്സണലായിട്ട് ഒരു വാല്യൂസിടും രണ്ട് വേറെ കാര്യമാണ്. മൈ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് വിത്ത് എ കൊളീഗ് cannot in any way influence his personal virtues. അത് നമ്മൾക്ക് മനസ്സിലായി. ബട്ട് അത് ഒരു പെർസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളും വിട്ടു കൊടുക്കാൻ പോകുന്നില്ല. ബിക്കോസ് ദിസ് ഇസ് ഈ പേഴ്സണൽ വാല്യൂസ് വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ഇന്റർഫിയറിംഗ് വിത്ത് മൈ പ്രൊഫഷൻ, അതിന് ഞാൻ ചാലഞ്ച് ചെയ്യാൻ വേണ്ടി വരും. ബിക്കോസ് ദെൻ യു ആർ എഫക്റ്റിംഗ് മീ ആസ് എ കൊളീഗ്. സോ ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ഓൺലി ത്രൂ കൺസിസ്റ്റൻറ്റ് ടൈം ടേക്കൺ എഫേർട്സ് ആണ് ഇത് നമ്മൾ ചെയ്യാൻ പറ്റും. ഓവർനൈറ്റായിട്ട് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പോൾ ഈ TM കൃഷ്ണയുടെ ഇവൻറ്റ് ഇപ്പോൾ ഡൽഹിയിൽ നടന്നപ്പോൾ കുറേ മലയാളികളുണ്ടായിരുന്നു അവിടെ. കുറേ മലയാളികൾ വന്നിട്ട് പറഞ്ഞു, ഗ്രേറ്റ് വർക്ക്. ദർ ഈസ് അനദർ സെറ്റ് ഓഫ് പീപ്പിൾ ഹു കം ആൻഡ് സേ, നിങ്ങൾക്കും അമ്മയ്ക്കുള്ള പ്രശ്നങ്ങൾ തീർന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ല, എൻ്റെ സംസ്ഥയുമാണ് അത്. ഇനി ഈ ഫിലിം മേക്കിംഗ് ആർട്ടൊക്കെ പുറത്ത് വെക്കാം. ആദ്യം നമ്മൾ വാല്യൂ സിസ്റ്റം ശരിയാക്കിയിട്ട് വർക്കിംഗ്. ഇറ്റ്സ് നോട്ട് എ ഫൈറ്റ്. It's a process of engagement. ഞാനത് ഗുഡ് സെൻസിലാണ്. No, I'm not saying. I don't think anything can be figured out by a fight. It's a process of engagement. ഇത് വളരെ ഒരു ഡിഫിക്കൽട്ട് എൻഗേജ്മെന്റ് ആണ്. ഒരു ചേർണിംഗ് ആണ്. ഞാൻ ഒന്ന് പറയും, നിങ്ങൾ ഒന്ന് പറയും, എനിക്ക് ഇഷ്ടപ്പെടില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ ഇതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ഡിസ്കവറിയിലാണ് നമ്മൾ ഒരു എംപത്തി എന്ന് പറയുന്ന ഒരു സംഭവം പുറത്ത് വന്നാൽ അതൊരു പ്രോഗ്രസീവായിട്ട് കുറേ ചേഞ്ചസ്, പോസിറ്റീവ് ചേഞ്ചസ് ഹ്യൂമാനിറ്റിന് വേണ്ടി കൊണ്ട് ആ സംഘടനയ്ക്കും അതിലെ പ്രധാനപ്പെട്ട ആളുകൾക്കും ഒക്കെ റിഫർമേഷന് വിധേയമാകേണ്ടി വരും, ആക്കാൻ വേണ്ടി വരും. പത്മപ്രിയ ഒരു ഇന്ത്യൻ ആക്ടറാണ്. ആ നിലയിൽ ഈ WCC നമ്മുടെ മലയാള സിനിമയുടെ പ്രോഡക്റ്റാണ്. അതിനെ എങ്ങനെ ഒരു പാൻ ഇന്ത്യൻ കൺസെപ്റ്റിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു ആലോചനയുണ്ടോ? It's already there because we first of all are a leading example, not just in the country but globally. ഇങ്ങനത്തെ ഒരു കളക്റ്റീവ് ലോകത്തിൽ ഉണ്ടാക്കിയിട്ടില്ല അപ്പോഴേക്കും. ഞങ്ങൾ ഇവിടെ എന്തെങ്കിലും ഒരു പുതിയതായിട്ട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ ഇറ്റ് വിൽ ബി എ ലീഡിങ് എക്സാമ്പിൾ ഫോർ ദ റെസ്റ്റ് ഓഫ് ദ കൺട്രി. അപ്പോൾ ഇത് നമ്മൾക്ക് വേണ്ടിയില്ല, നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്താൽ മതി. അത്തരം ഡിസ്കോഴ്സ് നടക്കുന്നുണ്ട് അല്ലേ? Discourse is happening. I think it's very wide, it's very deep. It is not a fad, it is not a fashion statement. ഒരു തരം സെക്ഷൽ വയലേഷൻ അല്ലെങ്കിൽ അത്തരം അപ്രോച്ച് ഒരു വലിയ ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്. ഈ കാസ്റ്റ് കൗച്ച് ഉണ്ടായിട്ടുണ്ട്, അതിൽ വിധേയമായിട്ടുള്ള. പക്ഷേ അത്തരം കാര്യങ്ങൾ അറിയാമെന്നൊക്കെ പത്മപ്രിയ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്രയുമൊക്കെ ഓപ്പണായ ഒരു മീറ്റുവിൻ്റെ കാലത്ത് പത്മപ്രിയ എങ്ങനെയാണ് കുറച്ചുകൂടി എലാബറേറ്റ് ആയി കാര്യങ്ങളെ? I have been sexually violated by the male fraternity, not necessarily in the industry but in this country, whether in a moving bus, whether in the early morning ഞാൻ രാവിലെ ഒരു സൈക്കിളിൽ ട്യൂഷൻ പോകുമ്പോൾ. So in many ways we are constantly told to be aware of our bodies. അത് തന്നെ എനിക്ക് ഒരു സെക്ഷൽ വയലേഷൻ ആണ്. എൻ്റെ കൺട്രിക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ട് ഒരു 75+ years ആയി. ബട്ട് what freedom have I got as a person, as a citizen of this country? I can't play characters of my age. I can't I have to be subservient because I am a woman. I can always be the heroine but not a female lead. I don't understand all of this. ആ നിലയ്ക്ക് നോക്കിയാൽ ഈ മീ ടു എന്ന് പറയുന്ന ഒരു വലിയ മൂവ്മെന്റ് ഉണ്ടല്ലോ, അത് ഇനിയുമേറെ മുന്നോട്ട് പോകേണ്ടതാണോ? അതിനൊരു വളരെ തീർച്ചയായിട്ടും മുന്നോട്ട് പോകും. നമ്മൾ കളക്റ്റീവ് കൂടെ വന്നപ്പോൾ, ഈവൻ ബിഫോർ ഓൾ ദിസ് മീ ടു സ്റ്റാർട്ടഡ്, people were just saying enough is enough now.
If you say it's a fashion statement, I'm sorry, it's not. We are going to be here and we are here to stay, and you have to bear with us, and we will also bear with you, and we will all find a solution for this together. എനിക്ക് അതിന്റെ വിശ്വാസമുണ്ട്. Sometimes those solutions will be painful for you, sometimes it will be painful for you. ഏറ്റവും ഈ മൂവ്മെന്റിൽ അല്ലെങ്കിൽ ഈ നിലപാടൊക്കെ എടുത്ത് നിൽക്കുമ്പോൾ വേദനിപ്പിച്ചൊരു സംഭവം എന്താണ്? ഇപ്പോൾ പാർവതി തന്നെ പറയും, ഇത്രയും ആക്റ്റീവായി നിൽക്കുന്ന ഒരു ഹീറോയിനാണ്, പടങ്ങളെല്ലാം വിജയിക്കുന്നു, പക്ഷേ പടങ്ങളില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് അവർക്ക് തുറന്നു പറയേണ്ടി വരും. പത്മപ്രിയയെ സംബന്ധിച്ച് ഏറ്റവും വേദന തോന്നിയ ഒരു മൊമെന്റ് ഉണ്ടോ? ഇന്റർവ്യൂ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞില്ലേ, I have to refuse day-to-day films because of my age, because of the gender associated with my age, because of my marital status. So, I mean, you tell me, how can I not be angry? All of this is only because of my gender. എൻ്റെ ഹസ്ബൻഡ് ഒരു ആക്ടർ ആയിരുന്നെങ്കിൽ അവർക്ക് പ്രശ്നം ഉണ്ടാവിട്ടില്ലല്ലോ by marrying me. So you are saying that you are not a gender equal space. My profession is not a gender equal space. When I go out and buy vegetables, I have to think what I wear. Don't you think that should make me angry? Do you think നിങ്ങൾ ഒരു ലുങ്കി ഇട്ടിട്ട് പോകുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, ഞാൻ ഇട്ടിട്ട് പോയാൽ പ്രശ്നമാണ്. So all of this makes me angry. My mother really wanted a daughter. My parents brought me up as an equal child. എനിക്ക് ഒരു ചേട്ടനുണ്ട്. Parvati, okay, they have been experiencing this from their childhood is what she says. I have never experienced gender inequality. It's a bigger problem. I feel probably you should condition women to saying, oh, there is gender inequality. At least you're used to it. You'll know what happens when you come out in the world. If you ask me, will you choose to be a boy? Yes. I think I will choose to be a boy. ഞാൻ പറയും, പത്മപ്രിയ ആഗ്രഹിക്കേണ്ടത് എനിക്കൊരു പെൺകുഞ്ഞ് ആയിരിക്കണം ഉണ്ടാവേണ്ടതെന്നാണ്. Okay, that's a different question altogether. Being a parent is a different issue. But I don't know. I mean, that's why I am a combination of extreme optimism and extreme pessimism ആണ്. കുറേ നിരാശ തോന്നും ഇങ്ങനെയൊക്കെ തോന്നുമ്പോൾ. അതേപോലെ എനിക്ക് ഹ്യൂമൻ സ്പിരിറ്റിൽ ഭയങ്കര ഫെയ്ത്ത്. പത്മപ്രിയക്ക് കിട്ടാതെ പോയ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെയും വീടിന് പുറത്തുണ്ടായ ഒരു ഷോക്കിംഗ് ലൈഫ് ഉണ്ടല്ലോ, അതല്ലാതെ ഒന്ന് അവൾക്ക് കൊടുക്കാൻ പരിശ്രമിച്ചുകൂടെ? ആ കാലത്തേക്ക് വേണ്ടിയിട്ടുള്ള. That's why I'm a part of WCC. I don't think WCC is going to benefit. I don't know if it's going to benefit me personally. Of course it benefits me personally a lot, unlike whatever people may say. But it's also as much more than for myself. It's really, and I'm not saying a sacrificial point of view in Allah niyam parayunnathu. I'm saying that I definitely want somebody to experience the happiness of freedom, liberation and equality. And safety most importantly. So adile enikku oru samashayilla. That's why I'm part of WCC. That's why I'm here talking to you. That's why you're here talking to me. ഞാനത് പറഞ്ഞില്ലേ. So I believe in the human spirit as much as I feel very, very disgusted and sad about the reality of today. But നമ്മൾ എപ്പോഴും ഒരു ഫ്യൂച്ചറിന്റെ ഒരു ഹോപ്പില് അല്ല നമ്മൾ നടക്കുന്നത്. സംസാരിക്കുമ്പോൾ പത്മപ്രിയയുടെ കണ്ണിൽ ഫീൽ ചെയ്യുന്നു. And that's why when നിങ്ങൾ മഞ്ജു ചേച്ചിയെ കുറിച്ച് സംസാരിച്ചപ്പോൾ, അല്ലെങ്കിൽ വേറെ ഒരു WCC മെമ്പറോ അല്ലെങ്കിൽ അവർ WCC വിട്ടു പോയാലും ഞാനൊരു കൃത്യമായിട്ട് പറയാൻ പറ്റും, ഈ ഒരു അനുഭവം നമ്മൾ എല്ലാവരും ആ കളക്റ്റീവിൽ അനുഭവിച്ചിട്ടുണ്ട്. Even if tomorrow I am not part of WCC, I owe that moment to that organization. ഏതായാലും ഒരു ഈ ആങ്കർ ഉണ്ടല്ലോ, സിനിമ ചെയ്യുന്നില്ല, സ്നേഹവും ഉണ്ട്. അത് രണ്ടും ഒന്നാണ്. ദേഷ്യം, വിഷമം, സ്നേഹം എല്ലാം ഉണ്ട്. അത് നല്ല നർത്തകിയായി മുന്നോട്ട് കൊണ്ടുപോകണം. തീർച്ചയായിട്ടും. ഒരുപാട് നല്ല വേദികൾ കേരളത്തിൽ ഇനിയും പ്രതീക്ഷിക്കാമോ? കുറവാണ് പക്ഷേ. അല്ല, തീർച്ചയായിട്ടും വരും. ചെയ്യാതെ എന്താ? ഒരു മലയാളിക്ക് മുമ്പിൽ ഒരു പ്രസൻസ് ആയിട്ട് ഉണ്ടാവണം. അതിനിടയിൽ നല്ല സിനിമകൾ ഇനിയും വരും, ഉറപ്പ്. തീർച്ചയായിട്ടും. ഓക്കെ, കാത്തിരിക്കാൻ ഞങ്ങൾ പ്രേക്ഷകരുണ്ടാവും.